നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വിവാഹ വാഗ്ദാനം നൽകി പീഡനം. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. പള്ളിമൺ കിഴക്കേക്കര സ്വദേശി ദീപകാണ് അറസ്റ്റിലായത്. നിലമ്പൂരിൽ UDF ജയിക്കുമെന്ന് KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ. മത്സരം UDFും LDFും തമ്മിലാണ്. അൻവർ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണെന്നും മുരളീധരൻ. തൃശൂർ പൂരം കലങ്ങിയതല്ല കലക്കിയതാണെന്നും കുറ്റപ്പെടുത്തൽ. SFI മെമ്പർഷിപ്പ് ക്യാമ്പയിൻ. സംസ്ഥാനതല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. വിശദമായ വാർത്തകളിലേക്ക്. വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു. സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. പള്ളിമൺ കിഴക്കേക്കര ദീപു നിവാസിൽ ദീപകാണ് പൂയപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. വിവാഹ വാഗ്ദാനം നൽകി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ യുവാവിനെയാണ് പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. പള്ളിമൺ കിഴക്കേക്കര ദീപു നിവാസിൽ ദീപകാണ് പിടിയിലായത്. മൈക്ക് ഓപ്പറേറ്ററായി ജോലി ചെയ്തു വരുന്ന ദീപക് ഇൻസ്റ്റഗ്രാം വഴി പെൺകുട്ടിയുമായി പരിചയപ്പെടുകയും തുടർന്ന് ഇരുവരും നിരന്തരം ചാറ്റ് ചെയ്യുകയുമായിരുന്നു. അടുപ്പം വളർന്നതിനെ തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. പെൺകുട്ടിയുടെ സ്വഭാവത്തിൽ സംശയം തോന്നിയ വീട്ടുകാർ പെൺകുട്ടിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് പീഡന വിവരം മനസ്സിലാക്കിയത്. തുടർന്ന് വീട്ടുകാർ അംഗൻവാടി പ്രവർത്തകരെ വിവരമറിയിക്കുകയും അംഗൻവാടി പ്രവർത്തകർ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ വിവരമറിയിക്കുകയായിരുന്നു. CWC പ്രവർത്തകർ പെൺകുട്ടിയെ കൗൺസിലിംഗ് നടത്തിയപ്പോഴാണ് പീഡന വിവരം സ്ഥിരീകരിച്ചത്. തുടർന്ന് CWC പ്രവർത്തകർ പൂയപ്പള്ളി പോലീസിൽ നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. CI ബിജു STയുടെ നിർദ്ദേശപ്രകാരം SIമാരായ രജനീഷ് മാധവൻ, CPOമാരായ സാബു, അൻവർ, ബിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അന്തരിച്ച CPI നേതാവ് PK മോഹനന് നാടിന്റെ അന്ത്യാഞ്ജലി. PK മോഹനന്റെ ഭൗതിക ശരീരം CPI പുനലൂർ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ചു. ഞായറാഴ്ച പത്തനാപുരം ഗാന്ധി ഭവനിലായിരുന്നു അന്ത്യം. പുനലൂർ താലൂക്കുകളിലെ ആദ്യകാല CPI നേതാവായിരുന്നു PK മോഹനൻ. തെന്മലവാലി RP തോട്ടം തൊഴിലാളികളുടെ നേതാവായിരുന്നു. പുനലൂർ ശിവൻകോവിൽ കൊച്ചുതുണ്ടിൽ വടക്കേതിൽ വീട്ടിൽ PK മോഹനൻ ഞായറാഴ്ച രാത്രി 8 മണിയോടെ പത്തനാപുരം ഗാന്ധി ഭവനിലായിരുന്നു അന്തരിച്ചത്. വളരെ ചെറുപ്പകാലം മുതൽ അടുത്ത പരിചയമുള്ള ആളാണ്. ഞാൻ AUEFന്റെ അന്നത്തെ പത്തനാപുരം താലൂക്കിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. മോഹൻ്റെ കൊടുത്ത് AISFന്റെ AUEFന്റെ ഒക്കെ നേതാവാണ്. മുനിസിപ്പാലിറ്റി കേന്ദ്രീകരിച്ച് ഉള്ള എല്ലാ പാർട്ടി നേതൃത്വം കൊടുത്തിട്ടുള്ള എല്ലാ സമരപരിപാടികൾക്കും പ്രക്ഷോഭങ്ങൾക്കും മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളായിരുന്നു സമർപ്പിക്കുക. തുടർന്ന് പിന്നെ പാർട്ടി താലൂക്ക് കമ്മിറ്റി, അന്നത്തെ അവിഭക്ത താലൂക്ക് കമ്മിറ്റി, ഇന്നത്തെ പത്തനാപുരം താലൂക്കും പുനലൂർ താലൂക്കും, ആ കമ്മിറ്റിയിലെ അംഗമായിരുന്നിട്ടുണ്ട് സാർ മോഹൻ. അതിനുശേഷം ഞാൻ സെക്രട്ടറി ആയിട്ടുള്ള പുനലൂർ മണ്ഡലം കമ്മിറ്റിയിൽ മോഹൻ അംഗമായിരുന്നിട്ടുണ്ട്. പിന്നീട് തെന്മല മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ച മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. ഇതുകൂടാതെ പാർട്ടി നിശ്ചയിച്ചതനുസരിച്ച് തെന്മലവാലി എസ്റ്റേറ്റ് വർക്കേഴ്സ് യൂണിയൻ്റെ പ്രവർത്തകനായി അവിടെ പോയി നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ, തമിഴ് തൊഴിലാളികളുടെ റിഹാബിലിറ്റേഷൻ പ്ലാന്റേഷനിലെ യൂണിയൻ്റെ ഭാരവാഹി എന്നുള്ള രീതിയിൽ ദീർഘനാൾ അദ്ദേഹം പ്രവർത്തിച്ച് വരികയായിരുന്നു. അങ്ങനെ പ്രവർത്തിക്കുന്നിടയിലാണ് കുളത്തൂപ്പുഴ സംയുക്ത ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയായും മോഹൻ പ്രവർത്തിച്ചു. അങ്ങനെ മോഹൻ പ്രവർത്തിക്കാത്ത മേഖലകൾ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചില്ല. 75 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ CPI പുനലൂർ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിനെത്തിച്ച ഭൗതിക ശരീരത്തിൽ CPI നേതാക്കളും പ്രവർത്തകരും അന്തിമോപചാരം അർപ്പിച്ചു. പുനലൂർ ശിവൻകോവിലിന് സമീപത്തെ വസതിയിലാണ് സംസ്കാരം നടത്തിയത്. പരേതയായ ശശികലയാണ് ഭാര്യ. രേഖ M നായർ, രശ്മി N നായർ മക്കളാണ്. ബാബുക്കുട്ടനാണ് മരുമകൻ. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. SFI മെമ്പർഷിപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടത്തി. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമാണ് പരിപാടി സംഘടിപ്പിച്ചത്. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. SFI മെമ്പർഷിപ്പ് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനമാണ് കരുനാഗപ്പള്ളിയിൽ സംഘടിപ്പിച്ചത്. ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം നടത്തിയ പരിപാടി സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. നിങ്ങളോട് രാഷ്ട്രീയം പറയണ്ട എന്ന് പറയാനുള്ള കാരണം, നിങ്ങൾ രാഷ്ട്രീയം പറയാൻ വന്നാൽ അവിടെ സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉണ്ടാകും. നിലനിൽക്കുന്ന സമൂഹത്തിനെതിരെയുള്ള പ്രവർത്തനമാണ് പലപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏറ്റവും ഉയർന്ന തോത്. നിലനിൽക്കുന്ന സമൂഹം വലതുപക്ഷ സമൂഹമാണ്. നിലനിൽക്കുന്ന സമൂഹത്തിൽ വർഗീയതയുണ്ട്. നിലനിൽക്കുന്ന സമൂഹത്തിൽ ജാതിയും മതസ്പർദ്ധയുമുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യുന്ന ഒരു തലമുറയുണ്ടായാൽ അടുത്ത തലമുറയിൽപ്പെട്ട മനുഷ്യർ
ഈ നാട്ടിൽ മതേതരവാദികളാവും, മതനിരപേക്ഷവാദികളാവും. നിങ്ങളോട് SFI ആവർത്തിച്ചു പറയുന്നത് എപ്പോഴും അഭിപ്രായമുള്ളവരായി തീരുക, എപ്പോഴും നിലപാടുള്ളവരായി തീരുക, എപ്പോഴും രാഷ്ട്രീയം ആവർത്തിച്ചു പറയുന്നവരായി തീരുക. എനിക്ക് രാഷ്ട്രീയമുണ്ട് എന്ന് ആവർത്തിച്ചു പറയുന്നിടത്താണ് ഞാനും നിങ്ങളും ലോക മാനവികതയോട്, ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടും കടപ്പെട്ടവരോടുള്ള രാഷ്ട്രീയത്തോട്, അവരോടുള്ള താതാത്മ്യപ്പെടലോട്, അവരോടുള്ള സമരോത്സുകമായിട്ടുള്ള മുദ്രാവാക്യത്തിന്റെ ആലേഖനങ്ങളോട് നമ്മൾ കൂടെ ചേർന്ന് നിൽക്കുന്നത്. ഇബനു ഹാരിസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആര്യ പ്രസാദ്, ജില്ലാ പ്രസിഡന്റ് ആദർശ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുമി, കാർത്തിക്, ആരോമൽ പൊന്നൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വിദ്യാഭ്യാസ മേഖലയ്ക്കകത്ത് പോലും ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളെ പറ്റി, നമ്മുടെ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ പറ്റിയെല്ലാം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ വിശദമായി സംസാരിച്ചു പോവുകയുണ്ടായി. നമുക്കറിയാം, നാം പഠിച്ചു വന്ന ചരിത്രത്തെ ഉൾപ്പെടെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ ഈ കാലയളവിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ജില്ലാ സെക്രട്ടറി കാർത്തിക് ആനന്ദ് സ്വാഗതവും ഏരിയ സെക്രട്ടറി സുധീന്ദ്രനാഥ് നന്ദിയും പറഞ്ഞു. ബോക്സിംഗ് താരം ഫൈസലിന് മെമ്പർഷിപ്പ് കൈമാറിയാണ് സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നിലമ്പൂരിൽ UDF ജയിക്കുമെന്നും അവിടെ മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. അൻവർ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണെന്നും മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു. തൃശൂർ പൂരം കലങ്ങിയതല്ല കലക്കിയതാണെന്നും അദ്ദേഹം ആരോപിച്ചു. നിലമ്പൂരിൽ UDF ജയിക്കുമെന്നും അവിടെ മത്സരം UDF-ഉം LDF-ഉം തമ്മിലാണെന്നും കോൺഗ്രസ് നേതാവ് K മുരളീധരൻ പറഞ്ഞു. അൻവർ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണെന്നും മുരളീധരൻ കൊല്ലത്ത് പറഞ്ഞു. മത്സരിക്കാതിരിക്കുകയോ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഇഷ്ടം. ഇവിടെ അതൊരു പ്രശ്നമല്ല. നിലമ്പൂരിൽ മത്സരം UDF LDF ആയിട്ടാണ്. അത് ഞങ്ങൾ നല്ല മാർജിൻ ഞങ്ങൾ ജയിച്ചു. അതുകൊണ്ട് ബാക്കി ആര് മത്സരിക്കുന്നു അത് അവരുടെ ഇഷ്ടം. തൃശൂർ പൂരം കലക്കിയ സംഭവം നടന്ന ദിവസം ഉറങ്ങിപ്പോയി എന്നാണ് MR അജിത് കുമാർ പറഞ്ഞത്. അതിനർത്ഥം പൂരം കലക്കിയതാണ് എന്നാണ്. സുനിൽകുമാറിന് കിട്ടേണ്ട വോട്ടുകളാണ് BJPക്ക് പോയതെന്നും മുരളീധരൻ പറഞ്ഞു. വോട്ട് BJPക്ക് മറിച്ചു കൊടുത്തത് മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അജിത് കുമാറിന്റെ ഒരു മൊഴിയുടെ ഇതെന്ന് പത്രത്തിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ഉറങ്ങിപ്പോയിന്ന. മന്ത്രി പറഞ്ഞ് അദ്ദേഹത്തിനെ വിളിച്ചു നോക്കി കിട്ടിയില്ല. അജിത് കുമാർ ഞാൻ ഉറങ്ങിപ്പോയി. ഇത്രയും പ്രധാനപ്പെട്ട ഒരു പൂരം നടക്കുമ്പോ ഇത്ര ഉറക്കം രാത്രി വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം കലക്കിയതാണ്. അതാണ് KC വേണുഗോപാല് മലപ്പുറത്ത് പറഞ്ഞത്. ചതി ചെയ്ത് പിണറായിയാണെന്ന് പറഞ്ഞു. സ്വന്തം മന്ത്രിസഭയിലെ സഹപ്രവർത്തകനായിരുന്ന VS സുനിൽകുമാറിനെ ചതിയിലൂടെ ആ വോട്ട് BJPക്ക് മറിച്ചു കൊടുത്ത മുഖ്യമന്ത്രിയാണ്. അജിത് കുമാറിന്റെ സ്റ്റേറ്റ്മെന്റോടുകൂടെ ആ സത്യം പുറത്തു വന്നു. CPM-ന്റെ വോട്ടുകൾ BJPക്ക് പോയി. കോൺഗ്രസിന്റെ ചില വോട്ടുകൾ LDF-ലേക്കും പോയിട്ടുണ്ടെന്നും മുരളീധരൻ പറഞ്ഞു. കോൺഗ്രസിന്റെ വോട്ടുകൾ കുറച്ച് വോട്ട് LDF-ലേക്ക് പോയിട്ടുണ്ട്. LDF-ലേക്ക് കുറച്ച് വോട്ട് പോയിട്ടുണ്ട്. അല്ല, LDF-ലേക്ക് കുറച്ച് വോട്ട് പോയിട്ടുണ്ട്. അല്ല, LDF-ലേക്ക് കുറച്ച് വോട്ട് പോയി. പക്ഷേ കൂടുതൽ വോട്ടുകൾ CPM-ന്റെ വോട്ടുകൾ BJPക്ക്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഇന്ന് ലോക സൈക്കിൾ ദിനമാണ്. ആരോഗ്യത്തിന് ഏറെ പ്രധാനമാണ് സൈക്കിൾ. ഈ സൈക്കിൾ ദിനത്തിൽ ഒരു പ്രത്യേക വാർത്താ സ്റ്റോറിയിലേക്ക്. ജീവിത പ്രാരാബ്ദങ്ങൾ സൈക്കിളിലേറ്റി ഷംസുദ്ദീൻ തൻ്റെ യാത്ര തുടങ്ങിയത് 15-ാം വയസ്സിലാണ്. ആദ്യം കടകളിലേക്കുള്ള സാധനങ്ങൾ എത്തിച്ചു നൽകിയാണ് അദ്ദേഹം ജീവിതത്തോട് പോരാടി തുടങ്ങിയത്. കാലം മാറിയപ്പോഴും അദ്ദേഹം തൻ്റെ സൈക്കിൾ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. സൈക്കിളിൽ മത്സ്യക്കച്ചവടം ചെയ്താണിപ്പോൾ ഷംസുദ്ദീൻ്റെ ജീവിതം. കഴിഞ്ഞ 49 വർഷമായി ഷംസുദ്ദീൻ്റെ യാത്ര സൈക്കിളിലാണ്. തേവലക്കര മാമ്പുഴത്തെക്കതിൽ ഷംസുദ്ദീന് ഇപ്പോൾ 64 വയസ്സാണ് പ്രായം. പതിനഞ്ചാമത്തെ വയസ്സിൽ 1500 രൂപയ്ക്കാണ് സൈക്കിൾ വാങ്ങിയത്. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ സൈക്കിളിലേറ്റിയായിരുന്നു യാത്ര മുഴുവൻ. ആദ്യകാലങ്ങളിൽ ഇടപ്പള്ളിക്കോട്ടയിൽ നിന്നും പച്ചക്കറികൾ വാങ്ങി പുത്തൻ സങ്കേതത്തിൽ ഉൾപ്പെടെ കൊണ്ടു നടന്ന് വിൽക്കുകയായിരുന്നു ജോലി. അന്നത്തെ ലോഡിങ് പുളിയരിപ്പൊടി, പുണ്ണാക്ക്, പിണ്ണാക്ക് അതും ഇതൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും പശുക്കളൊക്കെ ഉള്ള വീട്ടുകളിൽ. അന്നോട്ടേ സൈക്കിളെ ഓടുന്നതുകൊണ്ട് എനിക്ക് അത്രയും ആരോഗ്യം ഇപ്പോഴും ഉണ്ട്. ഇതിനുശേഷം കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ജോലിയേറ്റു. വിവിധ കടകളിൽ നിന്ന് അരിയും കപ്പലണ്ടിയും
പിണ്ണാക്കും പുളിയരിപ്പൊടിയുമെല്ലാം ശംസുദ്ദീൻ തൻ്റെ സൈക്കിളിൽ വീടുകളിൽ എത്തിച്ചു നൽകി. ശംസുദ്ദീൻ വർഷങ്ങളായിട്ട് ഇവിടെ പലചരക്ക് കടയും സ്റ്റേഷനറി കടയും അല്ലെങ്കിൽ ഇതെല്ലാം ലോഡടി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഇത് ലോഡടിയൊക്കെ ആട്ടോ ഒക്കെ വന്നപ്പോഴാണ് ഇച്ചിരി കുറവ് വന്നത്. അതിനുമുമ്പ് പുള്ളിയാണ് ഇത് മൊത്തം സാധനങ്ങളും വീടുകളിൽ എത്തിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് കമ്പിയും സിമെൻറ്റുമൊക്കെ തൻ്റെ സൈക്കിളിൽ അദ്ദേഹം ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ ദുരിതങ്ങളോടും പടവെട്ടിയായിരുന്നു ശംസുദ്ദീൻ്റെ ജീവിതം. അറുപത്തിനാലാമത്തെ വയസ്സിലും തൻ്റെ സൈക്കിൾ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല. കാലം ഏറെ മാറിക്കഴിഞ്ഞു. ഇന്ന് വ്യാപാരങ്ങൾ പലതും വാഹനങ്ങളിലായി. എന്നാൽ തൻ്റെ വാഹനമായ സൈക്കിൾ ശംസുദ്ദീൻ ഉപേക്ഷിച്ചില്ല. പണ്ടോട്ടേ കഷ്ടപ്പാടിൽ ഇത് തന്നെ, ഈ സൈക്കിൾ തന്നെ ചവിട്ടി ഇതിനകത്ത് തന്നെ ഉള്ള ഉപമയാർക്കുമാണ് ഇപ്പോഴും ഞങ്ങൾ ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വേറെ മാർഗങ്ങളോ ഒന്നുമില്ല. സ്വന്തമായിട്ട് പിന്നെ സ്ഥലമില്ല, വീടില്ല. ഇപ്പോഴും ഞങ്ങൾ വാടകയ്ക്കാണ് താമസിക്കുന്നത്. ഈ സൈക്കിൾ അന്ന് 1000 രൂപയ്ക്ക് പിടിച്ച്. മറ്റ് ജോലികൾ കിട്ടാതെ വന്നതോടെ മത്സ്യ കച്ചവടത്തിലേക്ക് തിരിഞ്ഞു. ഇന്ന് മീൻ കച്ചവടമാണ് ശംസുദ്ദീൻ്റെ ഉപജീവന മാർഗം. ഞാൻ പുസ്തകത്തിൽ എൻ്റെ കൊച്ചുനാളെ തൊട്ടേ ഞാൻ ഈ അരിയും സാധനവും ഉണ്ണാക്കും, പിന്നെ പൊടി അതും ഇതുമെല്ലാം കൊടുത്തോണ്ട്, സിമെൻറ്റ് എല്ലാം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ കൊച്ചുനാൾ തൊട്ട്. ഇപ്പം കടകളെല്ലാം അടച്ച് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അടിക്കുകയെല്ലാം ചെയ്തു. ഇപ്പം എന്ന് പറഞ്ഞാൽ ഇച്ചിരി മത്സ്യത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. അത് കുറച്ചേ എടുക്കത്തുള്ളൂ, ഒരാളെ നമ്മൾ കൊണ്ടു തരുന്നത്. അങ്ങനെ അത് ചുറ്റിടന്ന് വിറ്റ് ഉപമാർഗം നടത്തുന്നു. അത്രയുണ്ട്. വീട്ടിൽ ഭാര്യയുണ്ട്, എൻ്റെ മോളുണ്ട്, കൊച്ചുമക്കളുണ്ട്. രാവിലെ മുതൽ ശംസുദ്ദീൻ തൻ്റെ യാത്ര ആരംഭിക്കും. രാത്രി വൈകുന്നതുവരെ സൈക്കിളിൽ തന്നെ യാത്ര. ഇവിടുത്തെ ആളുകളെല്ലാം പിന്നെ സാധനങ്ങളെല്ലാം വീട്ടിലെത്തിക്കുകയും പിന്നെ മറ്റ് ഒന്നുമില്ല, നല്ല രീതിയിലാണ് നടക്കുന്നത്. രാവിലെ ഏജൻസിയിൽ ഇപ്പോഴും രാവിലെ ഏജൻസിയിൽ വരും, വൈകിട്ടേ പോകത്തുള്ളൂ. വൈകിട്ട് അതുവരെ എന്തെങ്കിലും ഇപ്പം പഴയ പോലുള്ള ഇല്ല, ആട്ടോ ഒക്കെ വന്നപ്പം പിന്നെ ഒരുപാട് ലോഡൊക്കെ കുറഞ്ഞേ, എന്നാലും രാവിലെ വന്നിട്ട് വൈകിട്ടേ പോകത്തുള്ളൂ. ശംസുദ്ദീന് എല്ലാ പിന്തുണയുമായി ഭാര്യ ഫാത്തിമ ബീവിയും മകൾ മുംതാസും കൂടെയുണ്ട്. ന്യൂസ് ബ്യൂറോ, ചവറ. ആരാധനാലയങ്ങളിൽ മോഷണം നടത്തി ഒളിവിൽ പോയ പ്രതി പിടിയിൽ. ഇതോടെ തെളിഞ്ഞത് 7 മോഷണ കേസുകൾ. കേരളപുരം കോവിൽമുക്ക് സ്വദേശി രതീഷാണ് പിടിയിലായത്. തെന്മല ഉറുകുന്ന ഭാഗത്ത് ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ നിന്നുമാണ് ഇയാളെ എഴുകോൺ പോലീസ് പിടികൂടിയത്. കാരുവേലിൽ കുമാരമംഗലം ക്ഷേത്രം, കൈതക്കോട് ഉടയൻകാവ് ക്ഷേത്രം എന്നിവിടങ്ങളിൽ മോഷണം നടത്തിയ ശേഷം ഒളിവിൽ പോയ പ്രതിയാണ് എഴുകോൺ പോലീസ് പിടികൂടിയത്. കേരളപുരം കോവിൽമുക്ക് ചരുവിളത്തെക്കേതിൽ പുത്തൻ വീട്ടിൽ രതീഷാണ് പിടിയിലായത്. തെന്മല ഉറുകുന്നു ഭാഗത്ത് ഒഴിഞ്ഞുകിടന്ന വീട്ടിൽ ഒളിവിൽ കഴിയവെയാണ് ഇയാളെ പിടികൂടിയത്. മെയ് 5 വെളുപ്പിന് പരിശോധനയുടെ ഭാഗമായി എഴുകോൺ പോലീസ് സ്റ്റേഷനിലെ SI ജോൺസണും സംഘവും ഇടവട്ടം ഉടയൻകാവ് ക്ഷേത്രത്തിന് സമീപം സംശയാസ്പദമായി ഒരു ബൈക്ക് ശ്രദ്ധയിൽപ്പെട്ടു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഉടയൻകാവ് ക്ഷേത്രത്തിലെ വഞ്ചി കുത്തിപ്പൊളിച്ച് നിലയിൽ കണ്ടെത്തിയിരുന്നു. പോലീസ് നടത്തിയ തിരച്ചിലിൽ കൂട്ടാളിയായ തൃപ്പിലരകം അമ്മാച്ചൻമുക്ക് അശ്വതി ഭവനിൽ അബി എഴുകോൺ പോലീസിന്റെ പിടിയിലായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ഇരുവരും ചേർന്ന് കൂടുതൽ മോഷണങ്ങൾ നടത്തിയ വിവരം പോലീസിന് ലഭിച്ചു. എഴുകോൺ SHO സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് 1-ാം പ്രതി രതീഷിനായി അന്വേഷണം ആരംഭിച്ചിരുന്നു. ശനിയാഴ്ചയാണ് ഇയാൾ പിടിയിലാകുന്നത്. രതീഷിനെ ചോദ്യം ചെയ്തതോടെയാണ് കൂടുതൽ കേസുകളുടെ ചുരുളഴിഞ്ഞത്. നീലേശ്വരം പിണ്ണറ്റുമൂട് ഭദ്രാദേവി ക്ഷേത്രം, നീലേശ്വരം ധർമ്മശാസ്ത്ര ക്ഷേത്രം, കലയപുരത്തെ 2 പള്ളികൾ, കുന്നിക്കോട് സ്റ്റേഷൻ പരിധിയിൽ 2 ക്ഷേത്രങ്ങളിലും മോഷണം നടത്തിയതായും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. തെളിവെടുപ്പിന് കൊണ്ടുപോയ പ്രതിയുടെ വീട്ടിൽ ക്ഷേത്രവഞ്ചിയിൽ നിന്നും ലഭിച്ച സ്വർണ്ണപ്പൊട്ടുകളും പൈസയും കണ്ടെടുത്തു. SI-മാരായ നിതീഷ്, അനിൽകുമാർ, ജോൺസൺ, അജിത്, CPO-മാരായ റോഷ്, അജിത് ഉണ്ണി, അഭിജിത്ത്, കിരൺ, സനൽ, അനന്തു, ബിനീഷ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണത്തിലുണ്ടായിരുന്നത്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കൂടുതൽ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി കൊട്ടാരക്കര പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിന് പുതിയ മുഖം. ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് ഇവിടുത്തെ സൗകര്യങ്ങൾ വികസിപ്പിച്ചതെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 9 മുറികൾ, ക്യാൻറ്റീൻ, കോർട്ട്യാർഡ്, കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിപുലീകരണം സാധ്യമാക്കിയത്. നവീകരിച്ച സംവിധാനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കൊട്ടാരക്കര പൊതുമരാമത്ത് വിശ്രമ കേന്ദ്രത്തിലാണ് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയത്. 9 മുറികൾ, ക്യാൻറ്റീൻ, കോർട്ട്യാർഡ്, കോൺഫറൻസ് ഹാൾ എന്നീ സൗകര്യങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിശ്രമ കേന്ദ്രം നവീകരിച്ചത്. നവീകരിച്ച സംവിധാനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു.
എല്ലാ മേഖലയിലും എന്ന പോലെ താമസ സൗകര്യ വികസനത്തിലും സർക്കാർ നടത്തുന്ന ഇടപെടലിന്റെ ഉദാഹരണമാണ് റെസ്റ്റ് ഹൌസിന്റെ മാറ്റമെന്ന് അദ്ദേഹം പറഞ്ഞു. ആവശ്യാനുസരണം കൂടുതൽ സൗകര്യങ്ങൾ ഇത്തരം കേന്ദ്രങ്ങളിലെല്ലാം നടപ്പാക്കുന്നത് പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. റെസ്റ്റ് ഹൗസിന്റെ പുതിയ ബ്ലോക്കിന് വേണ്ടിയിട്ടുള്ള എല്ലാ അനുവാദമായി അതിന്റെ ടെൻഡർ സ്റ്റേജിലേക്കായിട്ടുണ്ട്. ഈ അടുത്താഴ്ചയൊക്കെ ടെൻഡർ വരും. അപ്പോൾ ഇതിനേക്കാളും കുറച്ചുകൂടി സ്പേസ് സൗകര്യമുള്ള ഇതിന്റെ അപ്പുറത്തോട്ട് ചേർന്ന് ആ ഷെഡ് വന്ന പുറകോട്ടുള്ള സ്ഥലത്ത് റെസ്റ്റ് ഹൗസ് അതിന്റെ ടെൻഡർ ഇപ്പോൾ ഈ ആഴ്ചയോടുകൂടി പുതിയൊരു നല്ല സൗകര്യമുള്ള റെസ്റ്റ് ഹൗസ്, കൂടുതൽ ആൾക്ക് താമസിക്കാൻ റെസ്റ്റ് ഹൗസ്. പ്ലാൻ ഫണ്ടിൽ നിന്നും 74.60 ലക്ഷം രൂപ വിനിയോഗിച്ച് 6 മാസം കൊണ്ടാണ് നവീകരണ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പത്തനാപുരം EMS സഹകരണ ആശുപത്രിക്ക് പുതിയ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇപ്പോൾ 100 കിടക്കകൾ ആശുപത്രിയിലുണ്ട്. അനുബന്ധമായി നഴ്സിംഗ് കോളേജും കൂടുതൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തും. ആരോഗ്യ പരിപാലന രംഗത്ത് സഹകാരികളുടെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണയോടെ ഇത്തരം ഉദ്യമങ്ങൾ വികസിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പത്തനാപുരം EMS സഹകരണ ആശുപത്രിയുടെ പുതിയ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് മന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തത്. ഇപ്പോൾ 100 കിടക്കകൾ ആശുപത്രിയിലുണ്ട്. അനുബന്ധമായി നഴ്സിംഗ് കോളേജും കൂടുതൽ സൗകര്യങ്ങളും ഏർപ്പെടുത്തുമെന്ന് ബാലഗോപാൽ പറഞ്ഞു. തുടക്കത്തിനേക്കാളും വളരെയേറെ രോഗികളെണ്ണം വർദ്ധിച്ചിരിക്കുന്നതോടെ നേരത്തെ പറഞ്ഞു 2000-ലധികം വരുന്ന ഓപ്പറേഷനുകൾ നടത്തി കഴിഞ്ഞു. പക്ഷേ അവർക്ക് 5 കോടിയായിരുന്നു. നമ്മുടെ ലാഭത്തിനനുസരിച്ച് കൂടുതൽ വേണ്ടതാണ്. വളരെ വലിയ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ് പോലെയല്ല ആശുപത്രിയുടെ ഷെയർ നമുക്കറിയാം. ആശുപത്രി ഷെയർ ഞങ്ങളെല്ലാവരും ആദ്യം ഷെയർ ഇട്ട് നിൽക്കുമ്പോൾ ഉടൻ തന്നെ ലാഭം ഉണ്ടാക്കി അടുത്ത ഉടനെ കിട്ടുന്നല്ല. നമ്മുടെ നാട്ടിൽ നല്ല ആശുപത്രി വേണം. അത് എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ഷെയർ എടുക്കുന്നതിന് സഹകരിച്ചിട്ടുണ്ട്, സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തരുന്നതിന് സഹകരിച്ചിട്ടുണ്ട്, ഇതിന്റെ കാര്യങ്ങൾ ദൈനംദിന കാര്യങ്ങൾ പിന്തുണയ്ക്കാൻ സഹകരിച്ചിട്ടുണ്ട്. ആ ഒരു പിന്തുണയാണ് സഹകരണ ആശുപത്രി എന്നതിലൂടെ ഇത്രയും എത്താൻ കഴിഞ്ഞത്. കിടത്തി ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികൾ അനിവാര്യമാണെന്നും പ്രഗത്ഭരായ പല ഡോക്ടർമാരുടെയും സാന്നിധ്യം ആശുപത്രിയുടെ സ്വീകാര്യത വർദ്ധിപ്പിച്ചെന്നും എമർജൻസി വിഭാഗം ഉദ്ഘാടനം ചെയ്ത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. അത് വിജയിക്കണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിച്ചു. കാരണം ഇവിടെ ഉദ്ഘാടനം പറഞ്ഞതുപോലെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു MBBSന്റെ ആശുപത്രിയായിരുന്നു ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ആശുപത്രി. പത്തനാപുരം ഈ മേഖലകളിൽ ഈ അടൂരികൾ കൂട്ടാൻ പോയി ഈ ഭാഗത്ത് ഒഴിയൂരടക്കം എല്ലാവരും ആശ്രയിച്ചിരുന്നത് പത്തനാപുരത്തെ ഏറ്റവും പ്രഗത്ഭനായ ഡോക്ടർ MBBSന്റെ ആശുപത്രിയാണ്. അത് ആശുപത്രി നിലച്ചതിന് ശേഷം ഇവിടെ വലിയൊരു ആശുപത്രി സൗകര്യം ഉണ്ടായിരുന്നു. അത്യാവശ്യത്തിൽ പലരുടെയും ജീവൻ രക്ഷിക്കാൻ കഴിയാതെ പോയത് ഇതൊരു നല്ല ഹോസ്പിറ്റലാണ്. ആ പ്രശ്നത്തിന് ഒരു പരിഹാരം എന്ന നിലയിലാണ് EMS സഹകരണ ആശുപത്രി പ്രസിഡന്റ് ദസ്തഗീർ സാഹിബ് അധ്യക്ഷത വഹിച്ചു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A ആനന്ദവല്ലി, ഹോർട്ടികോർപ്പ് ചെയർമാൻ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, കേരള ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡ് ചെയർമാൻ K രാജഗോപാൽ, NS സഹകരണ ആശുപത്രി വൈസ് പ്രസിഡന്റ് A മാധവൻപിള്ള, സെക്രട്ടറി P ഷിബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇൻസ്റ്റഗ്രാം വഴി 17-കാരിയുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച 22-കാരൻ പിടിയിൽ. പത്തനാപുരം പിറവന്തൂർ സ്വദേശി റിജാസ് ആണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. ഇൻസ്റ്റഗ്രാം വഴി 17-കാരിയുമായി അടുപ്പം സ്ഥാപിച്ച ശേഷം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ച 22-കാരൻ പിടിയിൽ. പത്തനാപുരം പിറവന്തൂർ സ്വദേശി റിയാസാണ് ഏരൂർ പോലീസിന്റെ പിടിയിലായത്. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയുമായി പ്രണയത്തിലായ റിയാസ് വിവാഹ വാഗ്ദാനം നൽകി കാറിൽ കടത്തിക്കൊണ്ടുപോയി തമിഴ്നാട്ടിൽ ഉൾപ്പെടെ എത്തിച്ച് പീഡിപ്പിച്ചതായാണ് പരാതി. ആളൊഴിഞ്ഞ സ്ഥലങ്ങളിലും കാറിനുള്ളിലും വരെ പീഡനത്തിനിരയാക്കി. പെൺകുട്ടിയെ കാണാതായതോടെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പെൺകുട്ടിയെ വീടിന് സമീപം കാറിലെത്തിച്ച ശേഷം യുവാവ് കടന്നുകളയാൻ ശ്രമിച്ചു. യുവാവിനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് യുവാവിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി കേസെടുത്തു. തമിഴ്നാട്ടിൽ ഉൾപ്പെടെ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പും നടത്തി. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. വിവാഹ വാഗ്ദാനം നൽകി പീഡനം. പോക്സോ കേസിൽ യുവാവ് അറസ്റ്റിൽ. പള്ളിമൺ കിഴക്കേക്കര സ്വദേശി ദീപകാണ് അറസ്റ്റിലായത്. നിലമ്പൂരിൽ UDF ജയിക്കുമെന്ന് KPCC മുൻ പ്രസിഡന്റ് K മുരളീധരൻ. മത്സരം UDFും LDFും തമ്മിലാണ്. അൻവർ മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണെന്നും മുരളീധരൻ. തൃശൂർ പൂരം കലങ്ങിയതല്ല കലക്കിയതാണെന്നും കുറ്റപ്പെടുത്തൽ.
SFI മെമ്പർഷിപ്പ് ക്യാമ്പയിൻ സംസ്ഥാനതല ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ. സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.